നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എപ്പോഴും ഉയർന്നു വരാറുള്ളൊരു വിഷയമാണ് ഈ ജാതി സെൻസസ് സംവരണം എന്നൊക്കെ പറയുന്നത്. അതൊരു തിരഞ്ഞെടുപ്പ് വിഷയം ആക്കാനുള്ള ശ്രമം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സിലാംപൂരിൽ ആണെന്ന് തോന്നുന്നു നടക്കുന്ന റാലിയിൽ ജാതി സെൻസസ് ഇവിടെ നടത്തുമെന്നും സംവരണത്തിൻ്റെ തോത് കൂട്ടുമെന്നും ഒക്കെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഈ വിഷയം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ജാതി സെൻസസ് നടത്തും എന്നാണ്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇതിന് മുമ്പും ഈ ജാതി സെൻസസ് പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. വലിയ തിരിച്ചടിയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കിട്ടിയത്. അതായത് രാഹുൽ ഗാന്ധി ഞങ്ങൾ വന്നാൽ ഉറപ്പായിട്ടും, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഇതിൽ നിയമം പാസ്സാക്കി സെൻസസ് അതത് സംസ്ഥാനങ്ങൾക്ക് നടത്താം. നേരത്തെ ഇത് കേന്ദ്രത്തിനെ നടത്താൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അവർ ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അതത് സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് നടത്താം, വിരോധമില്ല. ഇഷ്ടമുള്ളവർ നടത്തിക്കോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നടത്തിക്കോ. ഫെഡറൽ സംവിധാനമാണല്ലോ, അതിന് വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണല്ലോ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ. അപ്പം വാസ്തവത്തിൽ BJP ഒരു ചെക്ക് വെച്ചു കൊടുത്തതാണ്. ഈ ചതുരംഗം കളിയിൽ രാജാവിന് ചെക്ക് വയ്ക്കുമല്ലോ, അതുപോലെ ഒരു ചെക്ക് വെച്ചു കൊടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലയിടത്തും ജാതി സെൻസസ് അവർ മിണ്ടുന്നില്ല. അതേസമയം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വലിയ രീതിയിൽ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ട്, ജാതി സെൻസസ് വേണം എന്ന്. അതായത് രാഹുൽ ഗാന്ധി പറയുന്നൊരു കണക്ക് അനുസരിച്ച് രാജ്യത്തെ ജനസംഖ്യയിൽ 30% OBC-ക്കാരാണ്, 15% പട്ടികജാതിക്കാരാണ്, 8% പട്ടികവർഗക്കാരാണ്, 15% മുസ്ലിങ്ങളാണ്. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്ന കണക്ക്. അതിൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് ശരിയായ കണക്കുകൾ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കണക്കാണിത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബിസിനസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ജുഡീഷ്യറി, പിന്നെ വളരെ പ്രധാനപ്പെട്ട തസ്തിക, ഇവിടെ ഒന്നും ഈ പറയുന്ന വിഭാഗങ്ങളെ കാണാനില്ല. OBC-ക്കാരില്ല, SC ഇല്ല, ST ഇല്ല, മുസ്ലിങ്ങളില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ പറയാൻ കുറച്ച് ഉളുപ്പ് വേണ്ടേ? കുറച്ചെങ്കിലും നാണമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇത് പറയുമോ? കാരണം ആരാ ഇന്ത്യയുടെ പ്രസിഡന്റ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു ഗോത്രവർഗ്ഗക്കാരിയാണ്, ഒരു പട്ടികവർഗ്ഗക്കാരി. കഴിഞ്ഞ തവണ പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഇതിനു മുമ്പിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്താൽ അദ്ദേഹം ഒരു OBC-ക്കാരനല്ലേ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് അമിത്ഷാ ജൈനനാണ്, ജൈനമതത്തിൽപ്പെട്ട ആളാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ക്ഷത്രിയനാണ്. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബ്രാഹ്മണനാണ്. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും പെട്ട ആൾക്കാർ ഡൽഹിയിൽ രാജ്യത്തിൻ്റെ പ്രധാന തസ്തികകളിലുണ്ട്, പ്രധാന പൊസിഷനുകളിലുണ്ട്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഇവിടെ ഒന്നും ആരെയും കാണാനില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനെ പാർലമെൻറ്റിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സംവരണ തോത് കൂട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ പഴയ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. കോൺഗ്രസ് ഭരണകൂടമായിരുന്നല്ലോ 47 മുതൽ. അതെ, തുടർന്നിരുന്നത് എത്രയോ വർഷക്കാലം കോൺഗ്രസ്. അതെ, അവർക്ക് അന്നൊന്നും അവർക്ക് ഈ പറയുന്ന ഈ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിച്ചില്ല. 60 കൊല്ലത്തോളം അവർ ഭരിച്ചു. അന്നൊന്നും ഏതാണ്ട് 60 കൊല്ലത്തോളം അവർ ഭരിച്ചു. ആ വർഷങ്ങളിലൊന്നും അവർക്ക് ഈ വിഭാഗങ്ങളെ ഒന്നും ശക്തിപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയാണ്, ഞങ്ങൾ വന്നാൽ എല്ലാം അങ്ങ് ചെയ്ത് തള്ളിക്കളയും എന്ന് പറയുക. ഇതിന് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നും കൂടി നമുക്ക് നോക്കാമല്ലോ. കഴിഞ്ഞ തവണ മധ്യപ്രദേശിലും, ഇപ്പോൾ ഈ നമ്മുടെ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 23 അവസാനം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെരഞ്ഞെടുപ്പുകളാണ്. 3 സ്ഥലത്തും BJP നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും കാര്യം അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം, അവിടെ എപ്പോഴും അങ്ങനെയാണ്. 5 വർഷം കോൺഗ്രസ്, 5 വർഷം BJP, വീണ്ടും മാറി വരും. അതുകൊണ്ട് രാജസ്ഥാൻ അവിടെ നിൽക്കട്ടെ. മധ്യപ്രദേശിൽ BJP എത്രയോ കാലമായിട്ട് ഭരിക്കുകയാണ്, 10-15 കൊല്ലമായിട്ട് BJP ഭരിക്കുകയാണ്. അവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും അവിടെ ഉണ്ടായിരുന്നു BJP-ക്കെതിരെ. സ്വാഭാവികമാണ്, 15 വർഷമൊക്കെ അടുപ്പിച്ച്. ഛത്തീസ്ഗഡിൽ അതേസമയം കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു. അവിടെ വലിയ, അതായത് BJP-യുടെ കയ്യിൽ നിന്ന് അധികാരം പോയി 5 വർഷം കോൺഗ്രസ്സിന് കിട്ടി. അപ്പോൾ പക്ഷേങ്കിൽ കോൺഗ്രസ്സിനെതിരെ അവിടെ വലിയ ഭരണവിരുദ്ധ തരംഗമൊന്നുമില്ലായിരുന്നു.
പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ 3 സ്ഥലത്തും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായത്. എങ്ങനെയെന്ന് ഞാൻ പറയാം. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾ വന്നാൽ ജാതി സെൻസസ് നടത്തും, ഇങ്ങനെ വലിയ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും എന്നിങ്ങനെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞു. എന്തുപറ്റി? മുന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട്, കോൺഗ്രസ്സിന് കിട്ടുമായിരുന്ന വോട്ട് മുഴുവനും അതോടുകൂടി BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തില്ല. അവർ നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി OBC, പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് പിന്നെ പട്ടികവർഗക്കാർ, ഇങ്ങനെ അവർ എന്ത് ചെയ്തു? ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല. അവർ വളരെ കൃത്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു. അതിനൊരു കാരണവും കൂടിയുണ്ട്. BJP വളരെ കൃത്യമായിട്ടൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. അതായത് പട്ടികജാതിക്കാർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി. പട്ടികവർഗക്കാർക്ക് സ്വാധീനമുള്ളിടത്ത് ആ വിഭാഗത്തിൽ നിന്നൊരാളെ നിർത്തി. OBCക്ക് സ്വാധീനമുള്ളിടത്ത് അങ്ങനെ ഒരാളെ നിർത്തി. കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞു, ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചു. BJP വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കി മുന്നോട്ട് പോയി. കോൺഗ്രസ് ഇങ്ങനെ എന്താ പറയണ്ടേ, രാഹുൽ ഗാന്ധി ഇങ്ങനെ വാസ്തവം പറഞ്ഞ വിടുവായത്തനം പറഞ്ഞുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം മാത്രമാണിതെന്ന് ഒരു തോന്നലുണ്ടായി കാണും. കൃത്യമായ പദ്ധതികളില്ലാതെ അങ്ങനെ ചെയ്തൊരു കാര്യമാണെന്നുള്ളത് ജനം മനസ്സിലാക്കി കാണും. പിന്നെ പൊതുവെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു സമീപനത്തെ പറ്റിയും ജനത്തിന് വിശ്വാസമില്ലായ്മയുണ്ടായിരിക്കും. ഇതെല്ലാമാണ് വാസ്തവത്തിൽ അന്ന് ആ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയായത്. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ 2021 നടക്കേണ്ടിയിരുന്ന ഒരു പൊതു സെൻസസ് ഇല്ലേ രാഷ്ട്രത്തില്? അല്ല, 2021 നടക്കേണ്ടതായിരുന്നു. അതാണ് നിയമം മൂലം അവര് അതിനെ എന്താ പറയാ ഭേദഗതി ചെയ്തിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുത്തു. സംസ്ഥാനങ്ങൾ നടത്തിക്കോട്ടെ ജാതി സെൻസസ്. കേന്ദ്രം പിന്നെ ജാതി സെൻസസ് 2020 നടക്കേണ്ടിരുന്ന ഒരു പൊതു സെൻസസ് ഉണ്ട്. ജാതി സെൻസസ് അല്ല, പൊതു സെൻസസ് ഉണ്ട്. അതിന് പകരം ഇതെല്ലാം സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് ഉൾപ്പെടെ നടത്താനുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ട്. ആരും അത് കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ബീഹാറിൽ പോലും അത് നടന്നതായിട്ട് നമുക്കറിയില്ല. ഇപ്പം ഈ സാഹചര്യത്തിൽ ഈ ജാതിക്കാരുടെ ഇറക്കി കളിക്കാൻ നോക്കിയ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞാൽ അവിടെ 8 നിലയിൽ പൊട്ടുകയായിരുന്നു. തിരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, മോദിക്ക് ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. BJP ഒന്ന് പുറകിലേക്ക് പോയി. പക്ഷെ എന്നാലും BJP ഭരണം നിലനിർത്തി. അത് കഴിഞ്ഞ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. ഈ ജാതിക്കാരുടെ ഇറക്കി കളിക്കുമ്പോൾ BJPക്ക് അത് ഭംഗിയായിട്ട് വെട്ടാൻ അറിയാം. ഒന്ന്, വളരെ കൃത്യമായിട്ട് ഏത് ജാതിക്കാണോ സ്വാധീനമുള്ളത് അതനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തും, അതനുസരിച്ചുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തും. ഒപ്പം ഹിന്ദുത്വം പറഞ്ഞ് ഹിന്ദു വോട്ട് ഏകീകരിക്കാനും പറ്റും. അത് അവർ കൃത്യം പുട്ടിന് ഒരർത്ഥത്തിൽ ഈ ജാതി രാഷ്ട്രീയത്തിന് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ജാതി രാഷ്ട്രീയത്തിന് വലിയ അളവിൽ അറുതി വരുത്താൻ BJPക്ക് സാധിച്ചു. അത് മാത്രമല്ല, അക്കൂട്ടത്തിൽ BJP വികസനവും കൂടി മുന്നോട്ട് വെക്കുകയാണ്. ജനം ഇതൊക്കെ കാണുന്നുണ്ടോ? പുതിയ റോഡുകൾ വരുന്നു, പാലങ്ങൾ വരുന്നു, അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുന്നു, തൊഴിൽ അത്രയും കിട്ടുന്നു. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ ഇത് പണി ചെയ്യാൻ ആള് വേണമല്ലോ. ഇന്ത്യക്ക് പുറത്തുനിന്ന് ആള് വന്ന് പണി ചെയ്യുകയല്ലല്ലോ. ഇന്ത്യക്ക് അകത്തുള്ള പൗരന്മാര് അല്ലെങ്കിൽ ചെറുപ്പക്കാര് യുവാക്കളൊക്കെ തന്നെയാണല്ലോ പണിയെടുക്കുന്നത്. ജമ്മു കാശ്മീരിൽ പോലും വികസനത്തിന്റെ കാര്യത്തിൽ അവിടെ വലിയ കുതിച്ചുചാട്ടത്തെ അവിടുത്തെ ഭരണകൂടം അഭിനന്ദിക്കുന്നു. അവർക്ക് തൊഴിൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ കഴിയുമെന്ന കാര്യം ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പൊ ഡൽഹിയിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല. അവിടെ ഡൽഹിയിൽ അറിയാമല്ലോ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അവിടെ എല്ലാം സംവരണം കൃത്യമായിട്ട് പാലിക്കാതിരിക്കുന്നുണ്ടോ? സംവരണം പാലിച്ചേ മതിയാവുള്ളൂ, അത് നിയമമാണ്. അത് പാലിക്കാതെ അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ അവരെ തന്നെ ജോലിക്ക് എടുക്കണം. അത് കൃത്യമായിട്ട്, അത് OBC ആകട്ടെ, SC ആകട്ടെ, ST ആകട്ടെ, അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ജനം കോടതിയിലേക്ക് പോവും, ഉദ്യോഗാർത്ഥികൾ കോടതിയിലേക്ക് പോവും. അപ്പോൾ അവിടെ ഒന്നും ഒരു പരാതിയും ഇല്ല വാസ്തവത്തിൽ. പിന്നെ രാഹുൽ ഗാന്ധി എന്തറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്? ഡൽഹിയിൽ വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നതനുസരിച്ച് ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ അവരുടെ മുന്നണിയിലാണെങ്കിൽ പോലും ഒട്ടും തന്നെ അംഗീകരിച്ചിട്ടില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടും ഒരുമിച്ചാണ് മത്സരിച്ചത്. തീർച്ചയായിട്ടും ആ ഇന്ത്യ മുന്നണിയുടെ ഒരു കണക്കിൽ തന്നെ
ഒരുപാട് അത് കത്തിവെക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞിരിക്കുന്നു, അതെ. കത്തിവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ. ഇവരെ സംബന്ധിച്ച് ഇനി AIP ലോക്സഭാ ക്ക് തെരഞ്ഞെടുപ്പിൽ ഇവർ ഒരുമിച്ചാണ് മത്സരിച്ചത്. മത്സരിച്ചത്. അതെ. പക്ഷേ 7 സീറ്റും ജയിച്ചത് BJP BJP ആണ് തീർച്ചയായും. അവിടെ തോറ്റു കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായി ഈ കോൺഗ്രസിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 1-2 മണ്ഡലത്തിലെങ്കിലും ഞങ്ങൾ ജയിച്ചേനെ അതെ. എന്നുള്ളത് അവർക്കും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവര് മൊത്തത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പറ്റി നമ്മളെ ഇവിടെ പ്രസക്തം അല്ലെങ്കിൽ ഞാൻ പറയുകയായിരുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ മമതയ്ക്ക് താല്പര്യമല്ല, AIP ക്ക് താല്പര്യമല്ല, ഈ ഒരു വിധത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ ബീഹാറിൽ RJDക്ക് താല്പര്യമില്ല. താല്പര്യമല്ല. ഈ വിധത്തിൽ ഇങ്ങനെ ഇനി ആകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനോട് താല്പര്യം കാണിക്കുന്ന ഒരേ ഒരു കക്ഷി DMK ആണ് എൻ്റെ അറിവിൽ. വേറെ ഒരു ഇന്ത്യ മുന്നണിയിലെ SP ക്ക് താല്പര്യമില്ല, സമാജ്വാദി പാർട്ടിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഇതാ ഒരർത്ഥത്തിലും ഒരു ഉമർ അബ്ദുള്ള ഏതാണ്ട് വിട്ടുപോയ മട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ആയിട്ടും കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത കോൺഗ്രസും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കൂടി ഡൽഹിയിൽ എന്തോ വലിയ അത്ഭുതം. നേതാവാണ് പ്രധാന പ്രശ്നം. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രസ്താവനകളാണ് പലപ്പോഴും അപകടത്തിൽ ഡൽഹിയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഫെബ്രുവരി 8 വരെ നമുക്ക് കാത്തിരിക്കാം എന്ത് അത്ഭുതമാണ് ഡൽഹിയിൽ ഈ സംഭവിക്കുന്നത്. കാർഡ് ഏശിയിട്ടുണ്ടോ എന്ന് നമുക്ക് അതെ, ഈ ജാതിക്കാരുടെ ഏശുമോ ഇല്ലയോ എന്ന് നമുക്ക് അന്ന് കാണാം. ശരി.